ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനതുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആർദ്രമായ സ്വാഗതം. എന്താണ് ക്രിയായോഗം എന്നുള്ളതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ. എന്താണ് ക്രിയായോഗം? ക്രിയ പ്ലസ് യോഗം അല്ലെങ്കിൽ യോഗി എന്ന് തന്നെ വേണമെങ്കിൽ ക്രിയ എന്ന് പറഞ്ഞ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം, അതിൻ്റെ ഫലമാണ് യോഗം. അതാണ് ക്രിയായോഗം. സ്വന്തം ആത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ പറയുന്നത്. നമ്മുടെ ഉള്ളിലെ എനർജീനെ മനസ്സിലാക്കുക. അതുകൊണ്ട് അതിനെയാണ് ആദ്യം നിങ്ങളൊക്കെ തത്വമസി, നീ ആരെയാണോ തേടുന്നത് അത് നീ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ എനർജീനെ മനസ്സിലാക്കി അതിനെ ചലിപ്പിക്കുക. ഇവിടെ നമ്മുടെ തോന്നുന്ന പലരോടും നമ്മൾ പറഞ്ഞേക്കാം, നിങ്ങളുടെ ഉള്ളിലൊരു എനർജി ഉണ്ട്, ആ എനർജീനെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ആദ്യത്തെ ബേസിക്കാണ് ക്രിയ. അപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യത്തിന് ക്രിയായോഗം എന്താണ്? അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്രിയ എന്ന് പറയുന്നത് കർമ്മമാണ്. എന്ത് കർമ്മം? അപ്പോൾ ധ്യാനം, ബോധം, മനസ്സ്, ഇതിനെ ഒറ്റ പോയിന്റിലേക്കാക്കിയിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പേരാണ് ക്രിയായോഗം. വെച്ചാൽ ശ്വസനത്തെ, ശ്വാസനിയന്ത്രണം, ആത്മനിയന്ത്രണം, മനസ്സ് നിയന്ത്രിക്കുക, ഇതിങ്ങനെയുള്ള 3 ഘട്ടങ്ങളിലൂടെ പോയി അതിനെ ഒരൊറ്റ പോയിന്റിൽ കൊണ്ടുവരിക. അതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. നട്ടെല്ലിൽ സ്റ്റാർട്ട് ചെയ്ത് നാഡിയിലൂടെ മസ്തിഷ്കത്തിലേക്ക് വരുന്ന ഒരു എനർജി. എന്തെനർജി? നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളിത് കേൾക്കണമെങ്കിൽ നമുക്കൊരു പ്രാണൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതിനെ കാണാൻ പറ്റില്ല, പക്ഷെ ഇതിലൂടെ നമുക്കതിനെ അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും മരിക്കാം അല്ലേ? ഈ 1 സെക്കൻഡ് കഴിഞ്ഞാൽ ഞാൻ മരിക്കുമെന്നോ 1 സെക്കൻഡ് നിങ്ങൾ മരിക്കുമെന്നോ ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ മരണത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് സംഭവം. അതിനാരും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതിനെ പഠിക്കുക എന്ന എല്ലാ ജീവികൾക്കും, എല്ലാ ഇവിടെ ഈ ഭൂമിയിൽ ജനിക്കുന്നവർക്കും പ്രാണൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ പ്രാണനെ പഠിക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ പ്രാണായാമം, പ്രാണ പ്ലസ് യാമം, പ്രാണായാമം. പ്രാണനെ നിശ്ചിത സമയത്ത് നിശ്ചിത സെക്കൻഡിൽ ആ യാമം എന്ന് പറഞ്ഞ കാലം, ഓരോ മുഹൂർത്തങ്ങളുണ്ടല്ലോ, കാളയാമം, ബ്രഹ്മയാമം, അങ്ങനെയുള്ള മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ യാമം, അതാണ് യാമം. അപ്പോൾ ഇതിനെ ആ ചില സമയത്തിരുന്ന് ചില സെക്കൻഡുകൾ ചെയ്യുന്ന ശ്വസന വിധാനമാണ്. ശ്വസനത്തിൻ്റെ ശ്വാസത്തെ നമ്മൾ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ശ്വാസത്തിന് ഇപ്പോൾ ശ്വാസം കിട്ടിയില്ലെങ്കിൽ ഞാനായാലും നിങ്ങളായാലും മരിച്ചു. അപ്പോൾ ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ഒരു ടെക്നിക്കാണത്. ഇതാണ് ക്രിയ. അപ്പോൾ പ്രാണനെ നിയന്ത്രിക്കുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും ഒറ്റ പോയിന്റിലേക്ക് എത്തും. ഈ ഒരു ഒറ്റ പോയിന്റിലേക്ക് എത്തിയിട്ടാണ് നമുക്കതിനെ എങ്ങനെ എത്താമെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ. ഇപ്പോൾ ഈ പ്രാവശ്യം എന്താണ് ക്രിയായോഗം എന്താണെന്ന് മാത്രമേ ഇതിൽ പറഞ്ഞുള്ളൂ. ഇതാണ് സംഭവം. ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത്
മുകളിലോട്ട് കൊണ്ടുവരാം. നമ്മളെ 7 ചക്രങ്ങളെ ആക്റ്റീവാക്കി പോവുക. എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളതും എങ്ങനെ ഇതിലേക്ക് കടക്കാമെന്നുള്ളതും അടുത്ത ഉള്ള വീഡിയോസിലൂടെ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.